ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 15-ാം അധ്യായം. കഴിഞ്ഞ 8 അധ്യായങ്ങൾ കൊണ്ട് യോഗമാർഗത്തെ ആശ്രയിച്ച് ആത്മസ്വരൂപത്തിൽ നിന്നും തെറ്റാതെയിരുന്ന ഭരതൻ്റെ സ്വരൂപം വിവരിച്ച ശേഷം 15-ാം അധ്യായത്തിൽ ഭരതവംശത്തെക്കുറിച്ച് പറയുന്നു. ശ്രീ ശുക ഉവാച. ഭരതസ്യാത്മജഃ സുമതിർനാമാഭിഹിതോ യമുഹവാവ കേചിത് പാകണ്ഡിന ഋഷഭപദവീമനുവർത്തമാനം ചാനാര്യ അവേദ സമാം നാദാം ദേവതാം സ്വമനീഷയാ പാപീയസ്യ കലൗ കൽപ്പയിഷ്യന്തി. ശ്രീ ശുകമുനി അരുൾ ചെയ്തു. ഭരതൻ്റെ പുത്രൻ സുമതി എന്നു പേരോടുകൂടിയവൻ ഋഷഭദേവനെ പോലെ ജീവൻ മുക്ത നിലയെ അനുവർത്തിക്കുന്നതായി കേട്ടിട്ട് ചില ദുർജനങ്ങൾ വേദവിരുദ്ധമായ നിലയിൽ പാപിഷ്ടയായ അവരുടെ കൽപ്പനാശക്തി കൊണ്ട് ഒരു ദേവതയെന്ന് കലികാലത്തിൽ കൽപ്പിക്കും. തസ്മാത് വൃദ്ധസേനായാം ദേവതാജിന്നാമ പുത്രോഭവത്. സുമതിയിൽ നിന്ന് വൃദ്ധസേന എന്നുപേരായ ഭാര്യയിൽ ദേവതാജിത്തെ എന്നുപേരായ പുത്രനുണ്ടായി. അദാസൂര്യാം തത്തനയോ ദേവദ്യുമ്നസ്തതോ ധേനുമത്യാം സുതഃ പരമേഷ്ടി തസ്യ സുവർച്ചലായാം പ്രതീഹ ഉപജാതഃ. അനന്തരം ആസുരി എന്നു പേരായ ഭാര്യയിൽ ദേവതാജിത്തിന് ദേവദ്യുമ്നൻ എന്ന പുത്രനുണ്ടായി. ദേവദ്യുമ്നനിൽ നിന്ന് ധേനുമതി എന്നു പേരായ ഭാര്യയിൽ പരമേഷ്ടി എന്ന പുത്രനുണ്ടായി. പരമേഷ്ടിക്ക് സുവർച്ചല എന്ന ഭാര്യയിൽ പ്രതീഹൻ എന്നു പേരായ പുത്രനുണ്ടായി. യ ആത്മവിദ്യാമാഖ്യായ സ്വയം സംശുദ്ധോ മഹാപുരുഷമനുസസ്മാര. ആ പ്രതീഹൻ ആത്മവിദ്യയെ ബഹുജനങ്ങൾക്ക് ഉപദേശിച്ചു പരമശുദ്ധനായിട്ട് മഹാപുരുഷനായ ഭഗവാനെ നിരന്തരം ധ്യാനിച്ചു. പ്രതീഹ സുവർച്ചലായാം പ്രതിഹർത്താദയസ്ത്രയ ആസന്നിജ്യ കോവിദാഹ സൂനവഃ പ്രതിഹർത്തുഃ സ്തുത്യാം അജഭൂമാനാവച നിഷതാം. പ്രതീഹനിൽ നിന്ന് സുവർച്ചല എന്ന ഭാര്യയിൽ പ്രതിഹർത്താവ്, പ്രസ്തോതാവ്, ഉദ്ഗാതാവ് എന്ന 3 പുത്രന്മാർ ജനിച്ചു. അവർ യത്നകർമ്മങ്ങളിൽ നിപുണന്മാരായിരുന്നു. പ്രതിഹർത്താവിന് സ്തുതി എന്ന ഭാര്യയിൽ അജനെന്നും ഭൂമാവ് എന്നും പേരുള്ള 2 പുത്രന്മാർ ജനിച്ചു. ഭൂമ്ന ഋഷികുല്യായാം ഉദ്ഗീതസ്തതഃ പ്രസ്താവോ ദേവകുല്യായാം പ്രസ്താവാന്നിയുത്സായാം ഹൃദേജ ആസീദ്വിഭുർവിഭോ രത്യാം ജ പൃദുഷേണസ്തസ്മാന്നക്ത ആകൂത്യാം ജജ്ഞേ നക്ത ദ്രുതിപുത്രോ ഗയോ രാജർഷിപ്രവര ഉദാരസ്രവ. അജായത സാക്ഷാത് ഭഗവതോ വിഷ്ണോർജഗദ്രിരക്ഷിഷയാ ഗൃഹീതസത്വസ്യ കലാത്മവത്വാദിലക്ഷണേന മഹാപുരുഷതാം പ്രാപ്തഃ. ഭൂമാവിന് ഋഷികുല്യ എന്നുപേരായ ഭാര്യയിൽ ഉദ്ഗീതൻ എന്ന പുത്രനുണ്ടായി. അവൻ്റെ ഭാര്യയായ ദേവകുല്യയിൽ പ്രസ്താവൻ എന്ന പുത്രനും അവൻ്റെ ഭാര്യയായ നിയുത്സയിൽ വിഭുവെന്ന പുത്രനും അവൻ്റെ ഭാര്യയായ രതിയിൽ പൃദുഷേഷണനും അവൻ്റെ ഭാര്യയായ ആകൂതിയിൽ നക്തനും അവൻ്റെ ഭാര്യയായ രുതിയിൽ രാജർഷികളിൽ വെച്ച് ഉത്കൃഷ്ടനും മഹാകീർത്തിമാനുമായ ഗയനും ജനിച്ചു. സാക്ഷാൽ ഭഗവാനായ ശ്രീ വിഷ്ണു ലോകരക്ഷ ചെയ്യുവാൻ ഇച്ഛയോടുകൂടി സത്വഗുണത്തെ സ്വീകരിച്ചു ചെയ്ത അംശാവതാരമാകുന്ന ഗയൻ ആത്മജ്ഞാനാദി ലക്ഷണം കൊണ്ട് മഹാപുരുഷൻ എന്നുള്ള കീർത്തിയെ പ്രാപിച്ചു. സവൈ സ്വധർമ്മേണ പ്രജാപാലന പോഷണ പ്രീണനോപലാളനാനുശാസന ലക്ഷണേന ജ്യാതിന ച ഭഗവതി മഹാപുരുഷേ പരാവരേ ബ്രഹ്മണി സർവാത്മനാർപ്പിത പരമാർത്ഥ ലക്ഷണേന ബ്രഹ്മവിചരണാനുസേവയാ പാദിത ഭഗവത് ഭക്തിയോഗേന ച ഭീഷ്ണശഃ പരിഭാവിതാദിശുദ്ധമതിരുപരദാനാത്മ്യ ആത്മനി സ്വയം ഉപലഭ്യമാന ബ്രഹ്മാനുഭവോപി നിരഭിമാന ഏവാവനീമജൂഗുബത്. അദ്ദേഹം ക്ഷത്രിയധർമ്മത്തെ തെറ്റാതെ പ്രജകളെ ദുർജനബാധകൾ കൂടാതെ രക്ഷിക്കുകയും അന്നാദി പദാർത്ഥങ്ങൾ നൽകി പുഷ്ടിപ്പെടുത്തുകയും പ്രിയ വസ്തുക്കൾ കൊടുത്ത് സന്തോഷിപ്പിക്കുകയും മധുരവാക്കുകൾ സമയോചിതമായി പറഞ്ഞ് ആനന്ദിപ്പിക്കുകയും
ശാസന ചെയ്ത് ധർമ്മം തെറ്റാതെ നടത്തിക്കുകയും ചെയ്തു. ഇത് മൂർധാഭിഷിക്ത രാജാവിൻ്റെ മുറയാകുന്നു. ഗൃഹസ്ഥാശ്രമി എന്ന നിലയിൽ യാഗാദി കർമ്മങ്ങൾ കൊണ്ട് ബ്രഹ്മാദികളായ ഉത്കൃഷ്ടന്മാർക്കും അവരിൽ നിന്ന് താണവരായ നികൃഷ്ടന്മാർക്കും ഈശ്വരനായും മഹാപുരുഷനായും സർവവ്യാപകനുമായിരിക്കുന്ന ഭഗവാനെ ആരാധിച്ചു. ഈ രണ്ടുവിധം ധർമാനുഷ്ഠാനങ്ങളെയും ഭഗവത് പ്രസാദ സിദ്ധിക്കായിക്കൊണ്ട് സർവാത്മന സമർപ്പിച്ചു. ഇതുതന്നെയാകുന്നു പരമാർത്ഥ കർമാനുഷ്ഠാനം. ബ്രഹ്മജ്ഞാനികളെ ഭക്തിപൂർവം ഉപചരിച്ചു. ഇപ്രകാരമുള്ള പ്രവൃത്തികളാൽ ഭഗവാനിൽ പരമപ്രേമലക്ഷണയായ ഭക്തിയുണ്ടായി. നിരന്തരം ഭഗവത് സേവ ചെയ്തതുകൊണ്ട് പരിശുദ്ധമായ അന്ധഃകരണത്തിൽ ദേഹാത്മഭാവന ഇല്ലാതെയായി ബ്രഹ്മാനന്ദാനുഭവമുണ്ടായി. എങ്കിലും സ്വധർമ്മത്തെ ഉപേക്ഷിക്കാതെ ഭൂമിയെ പരിപാലിച്ചു. തസ്യേമാം ഗാഥാം പാണ്ഡവേയ പുരാവിധ ഉപഗായന്തി. ഹേ പരീക്ഷിത്തു മഹാരാജാവേ, ആ ഗയൻ്റെ മാഹാത്മ്യത്തെ സൂചിപ്പിക്കുന്ന ഈ ഗാഥയെ പൂർവചരിത്രമറിയുന്ന മഹാന്മാർ കീർത്തിക്കുന്നു. ഗയം നൃഭം കപ്രതിയാദി കർമ്മഭിർ യജ്വാഭിമാനി ബഹുവിദ്ധർമ്മഗോപ്ത സമാഗത ശ്രീ സദസസ്പതി സദാം തത്സേവകോന്യോ ഭഗവത് കലാമൃതേ. യാഗാദികർമ്മങ്ങളെ വിധിപ്രകാരം നടത്തുന്നവനും സർവരിൽ നിന്നും ബഹുമാനത്തെ അർഹിക്കുന്നവനും എല്ലാം അറിയുന്നവനും ധർമ്മം തെറ്റാതെ പരിപാലിക്കുന്നവനും പരിപൂർണമായ ഐശ്വര്യത്തെ പ്രാപിച്ചവനും സജ്ജനങ്ങളുടെ സദസ്സിന് അധിപനുമായിരുന്നാലും ഭഗവാന്റെ അംശാവതാരത്തിന് അല്ലാതെ അന്യനായ ഏതൊരുവൻ കർമ്മങ്ങൾ കൊണ്ട് ഗയനെന്ന രാജാവിനോട് കിടപിടിക്കുവാൻ പ്രാപ്തനാകും. ഒരുവനും പ്രാപ്തനാകയില്ല. യമഭ്യഷിഞ്ചൻ പരയാമുദാസദീഹി സത്യാശിഷോ ദക്ഷ കന്യാ സരിദ്ഭിഹി യസ്യ പ്രജാനാം ദുദുഹേതരാശിഷോ നിരാശിഷോ ഗുണവത്സനുദോ ദദാഹ. പതിവ്രതകളും സബലമായ അനുഗ്രഹത്തോടു കൂടിയവരുമായ ശ്രദ്ധ, മൈത്രി, ദയ എന്ന സുപ്രസിദ്ധകളായ ദക്ഷകന്യകമാർ യാതൊരുവനെ പരമസന്തോഷത്തോടുകൂടി നദീജലം കൊണ്ട് അഭിഷേകം ചെയ്തുവോ, യാതൊന്നിനെയും ആഗ്രഹിക്കാതിരിക്കുന്ന യാതൊരുവൻ്റെ ഗുണമാകുന്ന കുട്ടിയിന്മേലുള്ള സ്നേഹത്താൽ അകിട് ചുരുത്തിയിരിക്കുന്ന ഗോരൂപിണിയായ ഭൂമിദേവി പ്രജകളുടെ സർവാഭീഷ്ട വസ്തുക്കളെയും ജനിപ്പിച്ചുവോ, ആ ഗയനെന്ന രാജാവിനോട് കിടപിടിക്കുവാൻ അന്യനായ ഏതൊരുവന് കഴിയും. ചന്ദാംസകാമസ്യ യസ്യ കാമാൻ ദുദൂഹുരാജ ഹൃരതോ ബലിം നൃപാഹ പ്രത്യഞ്ജിതായുധി ധർമ്മേണ വിപ്ര യഥാശിഷാം ഷഷ്ടമംശം പരേത്യ. യാതൊരുവന് യാതൊരാഗ്രഹങ്ങളും ഇല്ലെന്നിരിക്കലും വേദദേവതകളും വേദോക്ത കർമ്മങ്ങളും ആഗ്രഹിക്കുന്ന സകല വിഷയങ്ങളെയും നൽകിയോ, യുദ്ധത്തിൽ ബാണങ്ങളാൽ എതിർക്കപ്പെട്ട രാജാക്കന്മാർ ഉടനെ കീഴടങ്ങി ധനാദികളെ സമർപ്പിച്ചുവോ, ധർമ്മപ്രകാരം പരിപാലിക്കപ്പെട്ട ബ്രാഹ്മണർ മരണശേഷം അവരുടെ ശുഭകർമ്മങ്ങളുടെ 1/6 രാജാവിനായി സമർപ്പിച്ചുവോ, ആ ഗയന സദൃശനായിട്ട് അന്യരായിരിക്കുന്നു. യസ്യാധ്വരേ ഭഗവാൻ അധ്വരാത്മാ മഘോനിമാദ്യ തുരുസോമപീതേ ശ്രദ്ധാ വിശുദ്ധ ജലഭക്തിയോഗ സമർപ്പിതേജ്യ ബലമാജഹാര. ദേവന്മാർക്ക് സംതൃപ്തി വരുന്നതുവരെ സോമരസത്തിൻ്റെ ആഹൂതിയോടുകൂടി യാതൊരുവൻ ചെയ്ത യാഗഭാഗത്തെ സ്വീകരിച്ച് ഇന്ദ്രൻ സോമരസലഹരിയാൽ മതിക്കുന്ന സമയം ശ്രദ്ധ നിമിത്തം പരിശുദ്ധവും ദൃഢവുമായ ഭക്തിഭാവത്തോടുകൂടി സമർപ്പിച്ചതായ യാഗബലത്തെ യാഗബലദാതാവായ ശ്രീഹരി പ്രത്യക്ഷനായി വന്നിട്ട് സ്വീകരിച്ചുവോ, ആ ഗയനെന്ന രാജാവിന് തുല്യൻ മറ്റാരിയിരിക്കുന്നു. യത്പ്രീണനാത് ബർഹിഷി ദേവതിര്യൻ മനുഷ്യവീരു തൃണമാവിരിഞ്ചാത് പ്രിയേത സദ്യ സഹ വിശ്വജീവഃ പ്രീത സ്വയം പ്രീതി മഹാദ്ഗയസ്യ. യാഗത്തിൽ യാതൊരുവൻ സന്തുഷ്ടനായാൽ ബ്രഹ്മാവ് മുതൽ ദേവന്മാർ, തിര്യക്കുകൾ, മനുഷ്യർ, ചെടികൾ, തൃണങ്ങൾ മുതലായ സകലവർഗവും ഉടനെ സംതൃപ്തിയെ പ്രാപിക്കുമോ, സർവാന്തര്യാമിയായ ആ ഭഗവാൻ സ്വതേ നിത്യസംതൃപ്തനാണെങ്കിലും യാഗത്തിൽ പ്രത്യക്ഷനായിട്ട് ഹേ രാജൻ, ഞാൻ അങ്ങയുടെ ആരാധനയിൽ പ്രീതനായി എന്ന് പറഞ്ഞ് യാതൊരുവന് പ്രീതിയെ നൽകിയോ, ആ ഗയന് സദൃശ്യനായിട്ട് അന്യനാരിയിരിക്കുന്നു. ഗയാദ്ഗയന്ത്യാം ചിത്രരഥഃ സുഗതിരവരോധന ഇതി ത്രയപുത്ര
ബഭൂവുശ്ചിത്രരഥാദൂർണായാം സമ്രാടജനിഷ്ഠ. ഇപ്രകാരം ഗയമാഹാത്മ്യം വിവരിച്ച ശേഷം ആ രാജാവിൻ്റെ വംശത്തെ വിവരിക്കുന്നു. ഗയനിൽ നിന്ന് ഗയന്തി എന്നു പേരായ ഭാര്യയിൽ ചിത്രരഥൻ, സുഗതി, അവരോധൻ എന്ന് 3 പുത്രന്മാരുണ്ടായി. ചിത്രരഥനിൽ നിന്ന് ഊർണ എന്നു പേരായ ഭാര്യയിൽ സമ്രാട്ട് എന്നു പേരായ ഒരു പുത്രൻ ജനിച്ചു. തഥ ഉത്കലായാം മരീചേർ ബിന്ദുമത്യാം ബിന്ദുമാനുദപദ്യത തസ്മാത് സരഘായാം മധുനാമാഭവന്മതോഃ സുമനസി വീരവ്രതസ്തതോ ഭോജായാം മന്ദു പ്രമന്ദു ജജ്ഞാദേ മന്ദോഃ സത്യായാം ബൗനസ്തതോ ദൂഷണായാം തൊഷ്ടാജനിഷ്ഠ തൊഷ്ടുർവിരോചനായാം വിരജോ വിരജസ്യ ശതജിത്പ്രവരം പുത്രശതം കന്യാജ വിഷൂച്യാം കില ജാതം. സമ്രാട്ടിൽ നിന്ന് ഉത്കലയിൽ മരീചിയും മരീചിക്ക് ബിന്ദുമതിയിൽ ബിന്ദുമാനും ഉദ്ഭവിച്ചു. അവനിൽ നിന്ന് സരകയിൽ മധുവും മധുവിന് സുമനസ്സിൽ വീരവ്രതനും അവന് ഭോജയിൽ മന്ദു പ്രമന്ദു എന്ന 2 പുത്രന്മാരും ജനിച്ചു. മന്ദുവിന് സത്യയിൽ ബൗനനും അവന് ദൂഷണയിൽ തൊഷ്ടാവും അവന് വിരോചനയിൽ വിരജനും അവന് വിഷൂജിയിൽ ശതജിത്ത് എന്നുപേരായ ജ്യേഷ്ഠപുത്രനോടുകൂടി 100 പുത്രന്മാരും 1 പുത്രിയും ജനിച്ചു. തത്രായാം ശ്ലോകഃ. പ്രയവ്രതം വംശമിമം വിരജശ്ചരമോദ്ഭവഃ അകരോദ്യത്തിലം കീർത്തിയ വിഷ്ണുഃ സുരഗണം യഥാ. പ്രിയംവ്രത വംശത്തിൽ ജനിച്ചവരെല്ലാം ഉത്തമന്മാരായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നതായ ഈ ശ്ലോകം മഹാന്മാരായ പൂർവന്മാർ കീർത്തിക്കാറുള്ളതിനെ പറയാം. ഒടുവിൽ ജാതനായ വിരജൻ സ്വപ്രവൃത്തിയിൽ നിന്നുണ്ടായ സത്കീർത്തി കൊണ്ട് പ്രിയവ്രത മഹാരാജവംശത്തെ ശ്രീ മഹാവിഷ്ണു ദേവസമൂഹത്തെ എന്ന പോലെ അധികം അലങ്കരിച്ചു. ആദ്യന്തജാതന്മാർ മഹാന്മാരായിരുന്നുവെന്ന് സൂചിപ്പിച്ചതുകൊണ്ട് ആ വംശത്തിൽ അവതരിച്ച മഹാരാജാക്കന്മാരെല്ലാവരും മഹാനുഭാവന്മാരായിരുന്നു എന്ന് സാധിച്ചിരിക്കുന്നു. 15-ാമത്തെ അധ്യായം സമാപിച്ചു. 16-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.